നമസ്കാരം. ആറ്റിങ്ങലെ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി ആലപ്പുഴ കാർത്തികപ്പള്ളി ദേവികുളങ്ങര പുതുപ്പള്ളി സൗത്തിൽ JB വിലയിൽ ജോബി ജോർജ് എന്ന 32-കാരൻ റോയിയെ കഴിഞ്ഞ ദിവസം പോലീസ് സാഹസികമായി പിടികൂടിയിരുന്നു. വടകര മണ്ണൂർക്കര സ്വദേശിനി 35-കാരിയായ അസ്മിനെയാണ് മൂന്നുമുക്കിലെ ഗ്രീൻ ലൈൻ ലോഡ്ജിൽ കൊല്ലപ്പെട്ടത്. അസ്മിന മരിച്ച വിവരം അറിഞ്ഞിട്ടില്ല എന്നാണ് ജോബി പോലീസിനോട് പറയുന്നത്. ജോബിയുടെ ഇടതുകൈയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 6 തുന്നലുകളിട്ടു. അസ്മിന തന്നെ വെട്ടിയതായി ജോബി പോലീസിനോട് വെളിപ്പെടുത്തി. ആറ്റിങ്ങൽ പോലീസ് എത്തി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയ പ്രതിയെ വൈകിട്ട് ലോഡ്ജിൽ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു. ലോഡ്ജിന് സമീപം വലിച്ചെറിഞ്ഞ രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെടുത്തു. കഴുത്തിൽ തുണി ഉപയോഗിച്ച് മുറുക്കിയതാണ് അസ്മിനയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചൊവ്വാഴ്ചയാണ് ജോബി ജോലി ചെയ്യുന്ന ആറ്റിങ്ങലെ ലോഡ്ജിലേക്ക് ഭാര്യയെന്ന് പറഞ്ഞ അസ്മിനെ കൊണ്ടുവന്നത്. രാത്രി മദ്യപിച്ച ശേഷം ഇവർക്കിടയിൽ വഴക്കുണ്ടായി. ബുധനാഴ്ച രാവിലെ ഇരുവരെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് ജീവനക്കാർ നോക്കിയെങ്കിലും മുറി തുറക്കാൻ കഴിഞ്ഞില്ല. രാവിലെ 11ഓടെ പോലീസ് എത്തി അകത്ത് കടന്നപ്പോഴാണ് അസ്മിനയുടെ മൃതദേഹം കണ്ടത്. മുറിയിൽ പിടിവലി നടന്നതിന്റെ സൂചനകളുണ്ടായിരുന്നു. ബിയർ കുപ്പി പൊട്ടിയ നിലയിൽ കണ്ടെത്തി. അടിപിടിയിൽ പരിക്കേറ്റ ജോബി രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച ശേഷം ബുധനാഴ്ച പുലർച്ചെ 4:30ഓടെ കടന്നുകളയുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി കായംകുളത്തേക്ക് പോയതായിട്ടാണ് കണ്ടെത്തിയത്. കായംകുളത്ത് തിരച്ചിൽ നടത്തിയപ്പോഴാണ് ട്രെയിനിൽ കയറിയതായി മനസ്സിലാക്കുന്നത്. ആറ്റിങ്ങൽ DYSP S മഞ്ജുലാൽ, പോലീസ് ഇൻസ്പെക്ടർ J അജയൻ, SI MI ജിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണത്തിനായി പ്രതി കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് അറിയിച്ചത്. 3 മാസം മുൻപ് മാവേലിക്കരയിലെ ലോഡ്ജിൽ ജോലി നോക്കുമ്പോഴാണ് ഇരുവരും തമ്മിൽ പരിചയത്തിലായത്. കുറച്ചുകാലം ഒരുമിച്ച് താമസിച്ചവർ ഇരുവരും പിണങ്ങി മാറി. സുഹൃത്തിൽ നിന്ന് അറിഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസ്മിന മൂന്നുമുക്കിലെ ജോബിന്റെ ജോലി സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പിന്നീട് പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. ടൗൺ SI സജി ഷിനോബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ബുധനാഴ്ച വൈകിട്ടോടെ ഇയാളെ പിടികൂടിയായിരുന്നു. തുടർന്ന് ഈ ജോബി മംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് നിരീക്ഷണം ശക്തമാക്കുകയായിരുന്നു. ഇവരെ കുറിച്ച് ഈ പോലീസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 3 മാസം മുൻപാണ് ഈ അസ്മിനയും ജോബിനും തമ്മിൽ പരിചയക്കാരാവുന്നത്. മാവേലിക്കരയിൽ ജോബിൻ ജോർജ് ജോലി ചെയ്തിരുന്ന ലോഡ്ജിലെ പാചകക്കാരിയായിരുന്നു ഈ അസ്മിന. മുൻപ് 2 വിവാഹം കഴിച്ചിട്ടുള്ള അസ്മിന രണ്ടാമത്തെ വിവാഹ ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമയത്താണ് ഈ ജോബിൻ ജോർജ് എന്ന റോയിയുമായി പരിചയത്തിലായത്. പിന്നീട് ഇവർ ഒരുമിച്ചാണ് താമസിച്ചത്. ഈ റോയി ഒരു വിവാഹം കഴിക്കുകയും ആ ബന്ധം വേർപെടുത്തുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു യുവതി വിവാഹം കഴിച്ചുവെങ്കിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ആ സ്ത്രീയെയും അവരുടെ പിതാവിനെയും ആക്രമിച്ച കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ട് 1.5 മാസത്തോളമാണ് ജയിലിൽ കഴിഞ്ഞത്. അതിനുശേഷമാണ് മാവേലിക്കരയിലെ ലോഡ്ജിൽ ജീവനക്കാരനാകുന്നതും ഈ അസ്മിനയുമായി വീണ്ടും അടുപ്പത്തിലാകുന്നതും. ഒരുമിച്ച് താമസിക്കുന്നതിനിടെ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും തല്ലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പതിവായതോടെയാണ് ഈ ലോഡ്ജിലെ ജോലി നഷ്ടമായത്. അസ്മിന തന്റെ രണ്ടാമത്തെ ബന്ധത്തിലെ കുഞ്ഞിനെ കാണാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ വഴക്ക്. ലോഡ്ജിലെ ജോലി നഷ്ടപ്പെട്ടതോടെ രണ്ടുപേരും പിരിഞ്ഞു. ഈ ജോബിൻ ജോർജ് 5 ദിവസം മുൻപാണ് ഗ്രീൻ ഇൻ ലോഡ്ജിൽ ജോലിക്ക് കയറിയത്. ഈ വിവരം മനസ്സിലാക്കിയ അസ്മിന ചൊവ്വാഴ്ച രാത്രി 8:30ഓടെ ഇയാളെ അന്വേഷിച്ച് ഈ ലോഡ്ജിലേക്ക് എത്തുകയായിരുന്നു. തുടർന്നാണ് തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അസ്മിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും തന്റെ മുറിയിൽ താമസിപ്പിക്കുകയും ചെയ്തത്. രാത്രി 1:30ഓടെ ജോബിൻ ജോർജ് മുറിയിലെത്തുകയും ഇരുവരും ഒരുമിച്ച് മദ്യപിക്കുകയും ചെയ്തു. തുടർന്ന് അസ്മിന കുഞ്ഞിനെ കാണാൻ പോകുന്നതിനെ ചൊല്ലി വീണ്ടും വഴക്കായി. മദ്യക്കുപ്പി കൊണ്ട് ജോബിൻ ജോർജ് അസ്മിനയുടെ തലയ്ക്കടിച്ചു. അടിയേറ്റ് ബോധം കെട്ടി വീണ അസ്മിനയുടെ കഴുത്തിൽ ജോബിൻ തുണി മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം ബുധനാഴ്ച പുലർച്ചെ 4:30ഓടെ മുറിപൂട്ടി പുറത്തിറങ്ങി. അസ്മിനയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ എടുത്താണ് ഇയാൾ പുറത്തേക്ക് പോയത്. ബുധനാഴ്ച രാവിലെ 2 ആളെയും പുറത്ത് കാണാതായതോടെയാണ് മറ്റു ജീവനക്കാർ മുറി തുറക്കാൻ നോക്കിയത്. തുടർന്ന് അസ്മിന മരിച്ചു കിടക്കുന്നത് കണ്ട ഈ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ലോഡ്ജിൽ നിന്ന് രക്ഷപ്പെട്ട ജോബിൻ ബസ്സിൽ കായംകുളത്തെത്തിയതായും തുടർന്ന് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി മംഗലാപുരം ഭാഗത്തേക്കുള്ള വണ്ടിയിൽ കയറിയതായും വിവരം ലഭിച്ചു. ഈ വിവരം റെയിൽവേ പോലീസിനും മറ്റ് പോലീസ് സ്റ്റേഷനുകൾക്കും കൈമാറിയ ശേഷം പോലീസ് സംഘം വാഹനത്തിൽ പിന്തുടർന്നു. കോഴിക്കോടെത്തിയ ജോബിനെ ഈ റെയിൽവേ പോലീസിന്റെയും കോഴിക്കോട് സിറ്റി സ്ക്വാഡിന്റെയും സഹായത്തോടെയാണ് കസ്റ്റഡിയിലെടുത്തത്. ആറ്റിങ്ങൽ DYSP S മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ J അജയൻ, SI മാരായ MS ജിഷ്ണു, പ്രദീപ്, ASI മാരായ പ്രദീപ്, ബൈജു, CPO വിജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം പ്രതി ഉപേക്ഷിച്ചു പോയ വസ്തുക്കൾ കണ്ടെത്താൻ വേണ്ടിയുള്ള തെളിവെടുപ്പുകൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. അസ്മിനയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരിശോധനകൾക്ക് ശേഷം വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്.
ഇതിനിടെ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ചേർത്തല സ്വദേശി ആയിഷ എന്ന ഹയറുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വസ്തു ഇടനിലക്കാരനായ പള്ളിപ്പുറം സ്വദേശി CM സെബാസ്റ്റ്യൻ പോലീസ് കസ്റ്റഡിയിൽ. കേസിൽ അന്വേഷണം നടത്തുന്ന ചേർത്തല പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തെളിവെടുപ്പിനായി 5 ദിവസത്തേക്ക് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വിട്ട് ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷെറിൻ K. ജോർജ് ഉത്തരവിട്ടത്. 28-ന് ഉച്ചയ്ക്ക് ശേഷം തിരികെ ഹാജരാക്കും. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ, കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ എന്നിവരുടെ കൊലപാതകത്തിൽ പ്രതിയായ സെബാസ്റ്റ്യൻ റിമാൻഡിൽ വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു. ഇവിടെ നിന്നാണ് വ്യാഴാഴ്ച കോടതിയിലെത്തിച്ചത്. ചേർത്തല സ്റ്റേഷൻ ഇൻസ്പെക്ടർ ലൈസാദ് മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം. പോലീസിനു വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ M. വിനോദ് കോടതിയിൽ ഹാജരായി. ജൈനമ്മ കൊലപാതക കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ ജൂലൈ 28-ന് നടത്തിയ തിരച്ചിലിലാണ് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നത്. ഇത് ആയിഷയുടേതാണെന്ന സംശയം ഉയരുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് 2012-ൽ ചേർത്തല പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിരുന്ന ആയിഷ തിരോധാന കേസ് പുനരന്വേഷണം തുടങ്ങിയത്. ശരീരാവശിഷ്ടങ്ങൾ ആയിഷയുടേതാണോ എന്ന് പരിശോധിക്കുന്നതിന് മകളുടെ രക്തസാമ്പിൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം വന്നിട്ടില്ല. എന്നാൽ വിശദ അന്വേഷണത്തിൽ ആയിഷയും കൊല ചെയ്യപ്പെട്ടതായി കണ്ടെത്തുകയും സെബാസ്റ്റ്യനെ പ്രതി ചേർത്ത് കേസെടുക്കുകയുമായിരുന്നു. ആയിഷയുമായി സെബാസ്റ്റ്യൻ സൗഹൃദത്തിലായിരുന്നതായി കോടതിയിൽ പോലീസ് ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആയിഷ സ്ഥലം വാങ്ങുന്നതിനായി കരുതി വച്ചിരുന്ന പണവും സ്വർണവും തിരിച്ചു കൊടുക്കാമെന്ന ഉറപ്പിൽ സെബാസ്റ്റ്യൻ കൈക്കലാക്കിയിരുന്നു. ഇത് തിരികെ ചോദിച്ചതിലെ വിരോധമാണ് കൊലപാതകത്തിന് കാരണമായത്. ആയിഷയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പ്രലോഭിപ്പിച്ചാണ് ഇയാൾ 2012 മെയ് 13-ന് വൈകിട്ട് 4-നു ശേഷം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറം ചെങ്ങുംതറ വീട്ടിലെത്തിച്ചത്. ഇവിടെ വെച്ച് കൊലപ്പെടുത്തി ആരും അറിയാതെ മൃതദേഹം മറവു ചെയ്തതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തെളിവെടുപ്പിന് പള്ളിപ്പുറത്തെ വീട്ടിലും ചേർത്തലയിലെ ആയിഷ താമസിച്ചിരുന്ന വീട്ടിലും സെബാസ്റ്റ്യനെ എത്തിക്കുമെന്നാണ് വിവരം. സെബാസ്റ്റ്യനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 5 ദിവസമാണ് കസ്റ്റഡി കാലാവധി. പോലീസിനു വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ M. വിനോദ് കോടതിയിൽ ഹാജരായി. 2 കൊലപാതക കേസുകളിൽ പ്രതിയായ സെബാസ്റ്റ്യൻ വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലായിരുന്നു. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ കൊലപാതക കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നടത്തിയ തിരച്ചിലാണ് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇത് ആയിഷയുടേതാണെന്ന സംശയമുയർന്ന സാഹചര്യത്തിലായിരുന്നു പുനരന്വേഷണം നടത്തിയതും സെബാസ്റ്റ്യനെ പ്രതി ചേർത്തതും. 2012 മെയ് 12-നാണ് ആയിഷയെ കാണാതായത്. ആയിഷയുമായി സെബാസ്റ്റ്യൻ സൗഹൃദത്തിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. സെബാസ്റ്റ്യനെ ആയിഷയ്ക്ക് പരിചയപ്പെടുത്തിയ പ്രദേശവാസിയായ റോസ്മേ പോലീസ് നിരീക്ഷണത്തിലാണ്. കസ്റ്റഡി ലഭിച്ച സെബാസ്റ്റ്യനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രന്റെയും ചേർത്തല DYSP T. അനിൽകുമാറിന്റെയും സാന്നിധ്യത്തിൽ ഇന്ന് സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്യും. ചേർത്തല CI ലൈസാദ് മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം.